വർഷവും ഈ കേരള ഹൗസ് കാർണിവൽ ഒന്നിനൊന്ന് മെച്ചപ്പെടുത്താനായിട്ടുള്ള വീട്ടിൽ ഇവിടെയൊക്കെ ഒരുപോലല്ലേ എല്ലായിടത്തും അല്ലേ? നിങ്ങൾ ഉണ്ടാക്കുന്ന ബഹളത്തിന് എത്ര വരാൻ പറ്റില്ല. എന്റെ നാട്ടില് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു തുടങ്ങി, നീ അഭിനയമൊക്കെ നിർത്തി ഇപ്പൊ ഫുട്ബോളും ക്രിക്കറ്റും പരിപാടിയെ തുടങ്ങിയെന്ന് ചോദിച്ചു. ഞാനിവിടെ അകത്തേക്ക് വന്ന വഴി എല്ലാരും എങ്ങനെയാണ് എനർജി കൂട്ടുന്നതും കൂടെ കണ്ടിട്ടാ ഞാൻ വന്നേ. എല്ലാവരുടെയും കാറിന്റെ ബൂട്ടിന്റെ ബാക്ക് ഇങ്ങനെ തുറന്നിരിപ്പുണ്ട്. അതെന്താ അവിടെ പരിപാടി? ഫുട്ബോൾ കളിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ കളി എവിടെ വെച്ചാ ചേട്ടൻ കണ്ടത് പുള്ളി പറഞ്ഞു. ഒന്നുകൂടെ കൈ അടിക്കണം. എനിക്ക് കട്ട പാര വെക്കുന്ന സിദ്ധാർത്ഥ് ശിവ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസം എന്നാണ് ഇവര് പറയുന്നത്, ഈ വെയിലൊക്കെ ഉള്ളത്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് വെയിൽ കരിഞ്ഞുണങ്ങി വന്നിട്ട് ഞങ്ങളോട് പറയാണ് യെസ് നല്ല ദിവസം കേട്ടോ എന്ന്. അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയാ ശരിയാ നല്ല ദിവസം. സാധാരണ എന്റെ പ്രോഗ്രാം കഴിയുമ്പോഴാണ് ഇങ്ങനെ പോവാറുള്ളത്. അത്രയും നല്ലൊരു ബന്ധം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളതിൽ വലിയൊരു പങ്ക് മലയാളികളുടെയാന്ന് പറഞ്ഞു. ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് അവകാശപ്പെട്ടാണ്. ക്യാപ്റ്റൻ ആണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ഇന്നലെ തൊട്ട് ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ ഞങ്ങൾ ഈ ഗ്രൗണ്ട് കാണാൻ വന്നിരുന്നു. ഇപ്പൊ ഇതിന്റെ വലിപ്പം കണ്ടു, ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം പറഞ്ഞു. നാണം കെടാൻ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടൊന്ന് ശ്രമിച്ചെന്ന് മാത്രം. 10 വർഷമായി പറഞ്ഞോണ്ട് ഇപ്പോഴും 10 പൈസയുടെ വെളിവ് അവന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ അയർലൻഡിൽ വരുമ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്, അവള് വേണ്ട, ഇവള് വേണ്ട. ഇവിടെ അല്ലേലും സീമത്തെ കോൺട്ര. ശരിക്കും സീം കോൺട്ര ആവാണ്ടിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രേമലുവിന്റെ സ്വന്തം മമിത ബൈജു. ഹലോ കേരള ഹൗസ്, എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ 9 മണിക്ക് ഇങ്ങനെ ഇത്രയും പകല് പട്ടാപ്പകല് വിളിച്ചിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു നമ്മള് പെർഫോം ചെയ്യുന്നത്.